എല്ലാവർക്കും ടെക് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോട്ടോ എഡ്ജ് 50 അൾട്രയും ഷാമി 14C തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ ഈ രണ്ട് സ്മാർട്ട് ഫോണും കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മോട്ടോ എഡ്ജ് 50 അൾട്ര ഒരു സെഗ്മെന്റ് മേളിൽ വേണമെങ്കിൽ പറയാം. കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇതിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഷാമി 14C ആണ്. കാരണം സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടും ക്യാമറ ഫോണാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഷാമി 14C ആണ് ഇതിന്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത്. സോ നമുക്ക് രണ്ടിൻ്റെയും സ്പെക്കൊക്കെ വെച്ച് നോക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് മോട്ടോ എഡ്ജ് 50 പോകണോ അല്ലെങ്കിൽ ഷാമി 14C എടുക്കണോ. സോ ഡിസൈൻ്റെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്ര 8.6 mm ആണ് തിക്നെസ് വരുന്നത്. 197 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ അല്ലെങ്കിൽ വുഡൻ ഫിനിഷ് ആണ് പുറകിൽ വരുന്നത്. അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം ഷാമി 14C ആണെങ്കിൽ 7.5 mm ആണ് തിക്നെസ് വരുന്നത്. 179 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് അല്ലെങ്കിൽ വീഗൻ ലെതർ ആണ് പുറകിൽ വരുന്നത്. അലുമിനിയം ഫ്രെയിം ആണ്. IP റേറ്റിംഗ് ഒന്നും ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തെങ്കിലും എന്താ പറയുക വാട്ടർ റെസിസ്റ്റൻസ് കാണും. സോ ഡിസൈൻ്റെ ആയി നമ്മൾ നോക്കുവാണെങ്കിൽ പ്യുവർ ഡിസൈൻ മീൻസ് ഭംഗിയുടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് തരുന്ന ഷാമി 14C ആണ്. ലൈറ്റർ ഫോണാണ്, സ്ലിം ഫോണാണ്. പിന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് ഷാമി 14C തന്നെയാണ്. മോട്ടോ എഡ്ജ് 50 അൾട്ര ഇച്ചിരി ഹെവിയർ ഫോണാണ്, ബൾക്കി ഫോണാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ മോട്ടോ എഡ്ജ് 50 അൾട്ര തന്നെയാണ് ഇച്ചിരി ബെറ്റർ. കാരണം IP റേറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് ബിൽഡ് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടും അലുമിനിയം ഫ്രെയിമൊക്കെ ആയിട്ടാണ് വരുന്നത്. IP68 റേറ്റിംഗ് വന്നുകൊണ്ട് മോട്ടോ എഡ്ജ് 50 അൾട്ര ഇച്ചിരി ബെറ്റർ ആണ്. അതേസമയം ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്രയിൽ 6.7 ഇഞ്ചിന്റെ കർവ്ഡ് 1.5K 144 ഹെർട്സ് 10-bit POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 60 ഹെർട്സ് തൊട്ട് 144 ഹെർട്സ് വരെയാണ് അതിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് സ്വിച്ചിങ് വരുന്നത്. 2500 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് പ്രൊട്ടക്ഷൻ. അതേസമയം ഷാമി 14C 6.5 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് 1.5 കർവ്ഡ് എന്ന് പറഞ്ഞാൽ മോഡൽ അത്രയും കർവ് ഇല്ല കേട്ടോ, ഒരു ചെറിയൊരു കർവേ ഉള്ളൂ. 1.5K 120 ഹെർട്സിന്റെ 12-bit ആണ് AMOLED വരുന്നത്. LTPO ഡിസ്പ്ലേ ആണിത്. 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെയാണ് ഇതിന്റെ സ്വിച്ചിങ് വരുന്നത്. സ്വിച്ചിന് അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ ആണിത്. 3000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ. ഇവിടെ ഡിസ്പ്ലേ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. ഷാമി 14C ആണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേ എന്തൊക്കെ വേണോ അതൊക്കെ ഈ സാധനത്തിലുണ്ട്. ഡോൾബി വിഷൻ ഉണ്ട്, 12-bit ആണ്, LTPO ഉണ്ട്, എല്ലാ സാധനങ്ങളും നമുക്ക് ഷാമി 14C വരുന്നുണ്ട്. ഇത് നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ടിലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇനി പെർഫോമൻസിന് കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് വരുന്നത്. സോ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 2% തൊട്ട് 3% വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വരത്തുള്ളൂ. സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് 8S Gen 3യുടെ. LPDDR5X RAM, UFS 4.0 ആണ് സ്റ്റോറേജ് വരുന്നത്. രണ്ടിലും നമുക്ക് SD കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ഇല്ല. സോ ഞാൻ ആൻറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്ര നോക്കുവാണെങ്കിൽ 15,52,855 ടോട്ടൽ. CPU 3,84,021, GPU 5,23,782. അതേസമയം ഷാമി 14C ആണെങ്കിൽ 15,23,226, CPU 3,86,266, GPU 5,37,782. Geekbench 6 ആണെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്ര ആണെങ്കിൽ സിംഗിൾ 1947, മൾട്ടി 5149. ഷാമി 14C 1853, മൾട്ടി 4988. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഡേ ടു ഡേ ടാസ്ക് ആയാലും ഗെയിമിംഗ് ആയാലും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. പിന്നെ ഗെയിംസിന് ഇമ്പാക്ട് പോലെ ഗെയിമൊക്കെ കളിക്കും, കുറച്ച് നേരം കളിക്കുമ്പോൾ രണ്ട് സ്മാർട്ട് ഫോൺ എന്തായാലും ശകലം ഹീറ്റ് ആവും, ത്രോട്ടിലേക്ക് വരും. അല്ലാണ്ട് PUBG കളിക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. 190 FPS ഒക്കെ സുഖമായിട്ട് റൺ ആവും. ഇനി OSന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്രയിൽ ഹലോ UI ആണ് വരുന്നത്. Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. അതേസമയത്ത് ഷാമി 14C ആണെങ്കിൽ HyperOS ആണ്. Android 14 ആണ് വരുന്നത്. 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇവിടെയും വരുന്നത്. സോ മോട്ടോയുടെ ഹലോ UI നമുക്കറിയാം. എന്താ പറയുക, ബ്ലോട്ട്വെയർസോ ആഡ്സോ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ UI ആണ്. പിന്നെ അപ്ഡേറ്റ്സിന്റെ ഫ്രീക്വൻസി ഇച്ചിരി കുറവായിരിക്കും. നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടത്തില്ല. ബഗ്സ് കുറവായിരിക്കും. പക്ഷെ HyperOS ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ്സ് കിട്ടും. പണ്ടത്തെ പോലെ അത്ര ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ ബ്ലോട്ട്വെയർസ് കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ രണ്ടും ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. ഇത് നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്. സോ മോട്ടോ എഡ്ജ് 50 അൾട്രയിൽ നമുക്കൊരു പ്രൈമറി ഒരു 50 MP f1.6 ആപ്ചർ വരുന്ന ഒമ്നി വിഷൻ OV50H എന്ന് പറയുന്ന സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ് മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡറി നമുക്കൊരു 64 MP f2.4 ആപ്സിൽ വരുന്ന ഒമ്നി വിഷൻ OV64B എന്ന് പറഞ്ഞ ടെലിഫോട്ടോ 3x സൂം ലെൻസ് ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ് അവിടെയും വരുന്നത്.
പിന്നെ മൂന്നാമത് നമുക്കൊരു 50 മെഗാ പിക്സൽ f2.2 അപച്ചർ വരുന്ന അൾട്രാവൈഡ് ആണ് വരുന്നത്. സാംസങ് Gen1 ആണ് സെൻസർ വരുന്നത്. 4K 60 fps ആണ് അവിടെ വരുന്നത്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 50 മെഗാ പിക്സൽ f1.9 അപച്ചർ വരുന്ന സാംസങ് Gen-S ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 4K 60 fps വരുന്നുണ്ട്. ഇനി ഷാമി 14C കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി ഒരു 50 മെഗാ പിക്സൽ f1.6 ആപ്പച്ചർ വരുന്ന ഓംനിവിഷന്റെ OV50 ലൈറ്റ് ഹണ്ടർ 800 എന്ന് പറഞ്ഞ സെൻസറാണ്. OI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്കയുടെ വേരിയോ സമിലെക്സ് എന്ന് പറഞ്ഞൊരു ഒപ്റ്റിക്കൽ ലെൻസ് ആണ് വരുന്നത്. സോ ലൈക്കയുടെ ലെൻസ് ആണ് നമുക്ക് വരുന്നത്. ഹൈ ക്വാളിറ്റി ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ലൈറ്റ് ഗാദറിങ്ങും ലൈറ്റ് എന്താ പറയുക കടത്തിവിടുന്നതൊക്കെ മച്ച് ബെറ്റർ ആയിരിക്കും. സ്മാർട്ട് ഫോൺസിൽ ലെൻസ് ഉപയോഗിക്കുന്നത് മിക്കതും പ്ലാസ്റ്റിക് ആയിരിക്കും. സോ നമ്മൾ കേട്ടിട്ടുണ്ടാവും 6P ലെൻസ് 5P ലെൻസ്. ആ 5 അല്ലെങ്കിൽ 6P എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ലൈക്കയുടെ ഒക്കെ മിക്കവാറും ഗ്ലാസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ ക്വാളിറ്റി നമുക്ക് ലെൻസ് കിട്ടുന്നത് ഷോമിയിലായിരിക്കും. പിന്നെ 4K 60 fps ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. OI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോമിയുടെ തന്നെ AISP എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഡെഡിക്കേറ്റഡ് ചിപ്സെറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആ ലോഡ് മാറ്റിയിട്ട് അത്ര ലോഡ് നമുക്ക് ആ ചിപ്സെറ്റ് വരത്തില്ല. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 വരില്ല. ആ ക്യാമറയുടെ ലോഡൊക്കെ ഈ ചിപ്സെറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റിംഗ് കുറവായിരിക്കും. പിന്നെ സെക്കൻഡറി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ f2.0 സാംസങ്ങിന്റെ Gen1 ആണ്. ടെലിഫോട്ടോ അല്ല പെരിസ്കോപ്പ് 2x പെരിസ്കോപ്പ് ആണ്. അവിടെ OIS നമുക്ക് കിട്ടുന്നില്ല. EIS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 4K 60 fps ആണ് മാക്സിമം വരുന്നത്. പിന്നെ മൂന്നാമത് നമുക്കൊരു 12 മെഗാ പിക്സൽ f2.2 അൾട്രാവൈഡ് ആണ്. ഇവിടെ നമുക്ക് 4K 30 fps വരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 2 ക്യാമറ വരുന്നുണ്ട്. രണ്ടും സെയിം സെൻസറാണ് ഉപയോഗിക്കുന്നത്. സാംസങ്ങിന്റെ GD2 എന്ന് പറയുന്ന സെൻസറാണ്. പക്ഷേ അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വ്യത്യാസമുണ്ട്. ഒന്ന് അൾട്രാവൈഡ് ആണ്, ഒന്ന് റെഗുലർ ആണ്. സോ റെഗുലറിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ 32 മെഗാ പിക്സലിന്റെ f2.0 സാംസങ് GD2 സെൻസറാണ്. 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് അൾട്രാവൈഡ് ആണ്. 32 മെഗാ പിക്സൽ f2.4 സാംസങ് GD2 അൾട്രാവൈഡ് ആണ് വരുന്ന സെൽഫി. 4K 30 fps ആണ്. സോ നമ്മൾ ക്യാമറയുടെ കാര്യത്തിൽ രണ്ടിലും ഏതാണ് ബെറ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ഷാമി 14CV തന്നെയായിരിക്കും. കാരണം ഷാമി 14CV ഒരു ക്യാമറ ഓറിയന്റഡ് ഫോണാണ്. അവരുടെ ലൈക്കയുടെ തന്നെ ഡെഡിക്കേറ്റഡ് ഒപ്റ്റിക്കൽ ലെൻസും ഡെഡിക്കേറ്റഡ് ചിപ്പൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ക്യാമറ എക്സ്പീരിയൻസ് എന്തായാലും ഷാമി 14CV തന്നെയാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം ഷാമി നമുക്ക് നേരത്തെ തന്നെ അവരുടെ ഒരു ക്യാമറ ഓറിയന്റഡ് ഫോണുകളൊക്കെ ഉണ്ട്. ഷാമി 14 അൾട്ര, ഷാമി 13 അൾട്ര ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും അവർക്കുണ്ട്. അതിന്റെ ഒരു ട്രിക്കിൾ ഡൗൺ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നൊരു ഫോണാണ് ഇത്. അതിന്റെ DNA എന്തായാലും ഈ സ്മാർട്ട് ഫോൺ ഉണ്ട്. സോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫോട്ടോസ് ഒക്കെ പോർട്രേറ്റ് മോഡ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ DSLR ലുക്കൊക്കെ ഈ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സോ 45K ഒരു ആ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് പറയുമ്പോൾ ഷാമി 14CV ആയിട്ടാണ് എൻ്റെ രീതി പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. അതിന്റെ ഫോട്ടോസിന് ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈക്കയുടെ തന്നെ എന്താ പറയുക ഒതന്റിക് കളർ സയൻസും അങ്ങനെ കുറെ ഫീച്ചേഴ്സും ഉണ്ട്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ മോട്ടോ ആണെങ്കിൽ മോശം എന്നല്ല പറയുന്നത്. പക്ഷേ കമ്പയർ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് ഷാമി 14CV ആണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് വെക്കുന്നത്. കാരണം ഒരു റെഗുലർ ഫോണും ഡെഡിക്കേറ്റഡ് ക്യാമറ ഫോണും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് കാണും. അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് എന്തായാലും നമുക്ക് ഷാമി 14CV കാണുന്നുണ്ട്. സോ നമ്മളിനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 അൾട്രയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സ് ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100 ആണെങ്കിൽ 21 മിനിറ്റ് ഉണ്ടാവും. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. 10 വാട്ട്സ് റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഷാമി 14CV 4700 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സ് ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100 ഒരു 40 മിനിറ്റ്സ് ആണ്. സോ കപ്പാസിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ഷാമി 14CV പക്ഷേ ചാർജിങ്ങിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്രയാണ്. രണ്ടിലും നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ കോമ്പിനേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഷാമി 14CV ആണ് നല്ലത്. കാരണം 4700 mAh ബാറ്ററി അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള 67 വാട്ട്സ് ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട്. പക്ഷേ മോട്ടോയിൽ നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ അത് ഉപയോഗിക്കുന്നത് പക്ഷേ വയർലെസ് ചാർജിങ് എല്ലാവരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവർക്ക് ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ ആയിട്ട് പോകണമായിരിക്കും. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്രയിൽ 17 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 7 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC ഉണ്ട്. USB Type-C 3.1 Gen 2 സപ്പോർട്ട് ഉണ്ട്. ഡിസ്പ്ലേ പോർട്ട് 1.4 സപ്പോർട്ട് ഉണ്ട്. സോ മോട്ടോ എഡ്ജ് 50 അൾട്ര നമുക്കൊരു PC ആയിട്ട് ഉപയോഗിക്കാം. നമുക്കൊരു എക്സ്റ്റേണൽ മോണിറ്ററൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു PC ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഷാമി 14CV 8 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6 ആണ്. ബ്ലൂടൂത്ത് 5.4 NFC വരുന്നുണ്ട്. IR ബ്ലാസ്റ്റ് വരുന്നുണ്ട്. USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 അൾട്രയാണ്. ഇത് നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രൈസ്. സോ നമുക്ക് ഇന്ത്യയിൽ ആകെ ഒരു വേരിയന്റ് ഞാനിപ്പോൾ കണ്ടുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ മോട്ടോ എഡ്ജ് 50 അൾട്രയിൽ 12GB 512GB 55,000 രൂപയാണ്. അതേസമയം ഷാമി 14 അൾട്ര ഷാമി 14CV ആണെങ്കിൽ
2 വേരിയൻ്റ് ആണ്. 8GB 256 12GB 512. 8GB 256 43,000, 12GB 512 48,000 രൂപയാണ്. സോ ബേസ് വേരിയൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 12,000 രൂപ ഡിഫറൻസ് ഉണ്ട്. മോട്ടോ എഡ്ജ് 50 അൾട്രയും ഷാമി 14 CE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 12,000 ഡിഫറൻസ് ഉണ്ട്. അതേസമയം സെയിം വേരിയൻ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 12GB 512 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 7,000 രൂപ ഡിഫറൻസ് ഉണ്ട്. സോ ആ പ്രൈസ് റേഞ്ച് പറഞ്ഞില്ലേ 7,000 രൂപ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വേറെ പ്രൈസ് റേഞ്ച് പോയി കഴിഞ്ഞു. സോ അത്രയും പൈസ കൊടുത്ത് മോട്ടോ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. മോട്ടോയുടെ അഡ്വാൻറ്റേജ് ഞാൻ പറയുവാണെങ്കിൽ IP68 റേറ്റിംഗ് വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ. അതേസമയം ഷാമി 14 CEയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫോണിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി, പെർഫോമൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് കോറായിട്ട് വരുന്നത്. ആ കോർ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഷാമി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ബെറ്റർ ഷാമിയിലാണ്. കാരണം ഇഷ്ടംപോലെ ഫീച്ചർ ഡിസ്പ്ലേക്ക് എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഷാമിയിൽ വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് രണ്ടും സെയിം ചിപ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. ക്യാമറ ബെറ്റർ ആയിട്ട് വരുന്ന ഷാമി 14 ആണ്. ബാറ്ററി കാര്യത്തിൽ ഹയർ കപ്പാസിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറയും ഈ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് വെച്ചേക്കുന്നത് ഷാമി 14 CE ആണ്. അതും പിന്നെ 7,000 രൂപ ചീപ്പറുമാണ്. സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഷാമി 14 CE ഇട്ട് പോകണമായിരിക്കും ഇച്ചിരി നല്ലത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ ഫീച്ചേഴ്സ് കാണും. കാരണം ഞാൻ പറഞ്ഞ പോലെ USB Type-C 3.1 Gen 2 ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, പിന്നെ എപ്പോഴും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും. പിന്നെ വയർലെസ് ചാർജിങ് ആവശ്യമുള്ളവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊക്കെ മോട്ടോ ആയിട്ട് പോകണമായിരിക്കും ഇച്ചിരി നല്ലത്. പക്ഷേ ഒരു കോർ ഇപ്പോൾ റെഗുലർ യൂസറിന് ഇപ്പോൾ ഒരു സിനിമ കാണണം, ഗെയിം കളിക്കണം, പിന്നെ ക്യാമറ ഉപയോഗിക്കണം, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ബെറ്റർ ആയിട്ടേക്കുന്ന സ്മാർട്ട് ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷാമി 14 CE തന്നെയാണ്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ സാറേ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.